ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കയ്പ്പയ്ക്ക കൊണ്ടാട്ടമാണ്. കുറച്ചധികം കയ്പ്പയ്ക്ക കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് കൊണ്ടാട്ടമാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കയ്പ്പയ്ക്ക നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിന്നായിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കയ്പ്പയ്ക്ക ഇങ്ങനെ വട്ടനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിടാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ കയ്പ്പയ്ക്ക ഈ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് വാടി വരണം. പിന്നെ ഇതിൽ നമ്മൾ ഉപ്പിടുമ്പോൾ ഈ കുറച്ചധികം ഉപ്പ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കണം. എന്നുവെച്ചാൽ നന്നായിട്ട് ഉപ്പ് നന്നായിട്ട് കനയ്ക്കാനും പാടില്ല, എന്നാൽ ഉപ്പ് നന്നായിട്ട് വേണമാനും. അതായത് നമ്മൾ വെള്ളത്തിനേക്കാൾ കൂടുതൽ ഉപ്പ് മുന്തി നിൽക്കണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് കയ്പ്പയ്ക്കയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. വാടിയതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് നമുക്കിതൊന്ന് ഒരു കയ്യിലോട്ട് വെച്ചിട്ട് അതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിലോട്ടയിൽ ഊറ്റി മാറ്റി വെച്ചതാണ് ഇത്. ഇനി നമുക്ക് ഇതൊരു മുറത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മുറത്തിലിങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഈ കയ്പ്പയ്ക്ക ഒന്ന് പരത്തി വയ്ക്കാം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിലാണ് ഇതൊന്ന് ഉണങ്ങി കിട്ടിയത്. ഞാൻ അടുപ്പിൻ്റെ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉണങ്ങിയ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കയ്പ്പയ്ക്ക കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നമ്മൾ കറി വെച്ചാൽ കഴിക്കില്ല. എന്നാൽ ആ സമയം നമ്മളിതുപോലെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ കുറച്ച് കയ്പ്പയ്ക്കൊക്കെ ഇങ്ങനെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും കയ്പ്പയ്ക്ക കഴിച്ചു പോവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിലോട്ട് കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തു. ഇത് വല്ലാണ്ട് ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിയുള്ള കയ്പ്പയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കയ്പ്പയ്ക്ക കിട്ടുവാണെങ്കിൽ